ഈ ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ യങ് ആയിട്ടുള്ള ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഹെൽത്തിന് ഒരു പ്രോബ്ലം ഇല്ലാത്ത ആൾക്കാരാണ്, എനിക്കിപ്പോ ഇതിന്റെ ആവശ്യമൊന്നും തിങ്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ തിങ്ക് ചെയ്യുന്ന ആൾക്കാരോട് സാറിന് എന്താ പറയുന്നത്? അത് ശരിക്കും തെറ്റായ ധാരണ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യയിലെ ഇവിടുത്തെ എന്താ പറയാ ഇത് ട്രീറ്റ്മെന്റിന്റെയും അല്ലെങ്കിൽ റിസ്ക് സാധ്യതകൾ കൂടുതൽ എടുക്കുന്ന സമയത്ത് കാർഡിയാക് ചാൻസസ് ഏറ്റവും കൂടുതൽ കാണുന്നത് യങ് ഏജിൽ. ഇപ്പോൾ ഒരുപാട് കേസുകൾ നിങ്ങൾ തന്നെ എന്റെ നജീബിലും മറ്റൊക്കെ കുഴഞ്ഞു വീഴുന്നതും പല ആൾക്കാരും. നമ്മൾ എത്ര ഹെൽത്തിയാന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ റെഗുലർ ആയിട്ട് ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്ത് മോണിറ്റർ ചെയ്താൽ പോലും നമുക്കറിയാം അപകടം സംഭവിച്ചുകൂടെ എപ്പോ വേണമെങ്കിലും. മേജർ ഫുഡ് പോയിസൺ വന്നിട്ട് എത്ര മരണം സംഭവിക്കുന്നുണ്ട്. ഇതുപോലത്തെ സാധ്യതകളെല്ലാം ആർക്കും എപ്പോ വേണമെങ്കിലും സംഭവിച്ചേക്കാം. പിന്നെ നമ്മൾ ഈ ഡിസ്ക് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഡിസ്കിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, നട്ടലിന്റെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ വെയിറ്റ് എടുക്കുമ്പോഴോ മറ്റോ ഒക്കെയാണ് പറ്റിയതെങ്കിൽ പല ഇൻഷുറൻസ് കമ്പനികളും അങ്ങനെ ഒരു ഡിസ്ക് കമ്പനിയിലൊക്കെ വന്ന ആൾക്കാരെ എന്ത് ചെയ്യില്ല, ഇൻഷുറൻസിലേക്ക് എൻറോൾ ചെയ്യാൻ സമ്മതിക്കില്ല. കാരണം ഫ്യൂച്ചറിലേക്ക് വൺ ടൈം അല്ല, ഭാവി വീണ്ടും അത് എല്ലാവർക്കും അപ്പൊ ഇൻഷുറൻസ് കിട്ടില്ലെന്ന് പറയാം. നിങ്ങളുടെ വലിയ വലിയ കണ്ടീഷൻസ് അതുകൊണ്ടാണ് നമ്മൾ ഒരു ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് ഇൻഷുറൻസ് കമ്പനിയുടെ അടുത്ത് ഡിക്ലെയർ ചെയ്യണം എന്ന് പറയുന്നത്. അതാണ്.